ഫോണിൽ ഒപ്പിടിക്കും. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ്. രാവിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി 12ാം വാർഡിൽ നിന്ന് ജയിച്ചു വന്ന മെമ്പർ ഗീതാ ഷിജുവിനെ UDF പ്രഖ്യാപിച്ചെങ്കിലും ഇന്ന് 2 മണിക്ക് ശേഷമാണ് ഔദ്യോഗികമായ പ്രഖ്യാപനം നടക്കുന്നത്. ഇന്ന് എല്ലാ മെമ്പർമാരും പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് LDFൻ്റെ 2 മെമ്പർമാർ മാത്രമാണ് വിട്ടു നിൽക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഗീതാ ഷിജു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഫോണിൽ ഒപ്പിടിക്കും. എല്ലാവരും കാണിച്ചോറേ. ഇനി എല്ലാവർക്കും ഇരിക്കാം. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. ഇനി നമുക്ക് അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ചെയർമാൻമാരുടെയും തെരഞ്ഞെടുപ്പാണ്. അത് 5 മുതൽ ജനുവരി 5-നും 7-നും ഇടയ്ക്ക് 5-7 7-ാം തീയതി അറിയിപ്പുണ്ടാകും എന്നാണ്. ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാരഥികളായി മത്സരിച്ച രണ്ടുപേരും വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ജനാധിപത്യ പ്രക്രിയയിൽ തികച്ചും ജനാധിപത്യ മര്യാദ ഉൾക്കൊണ്ടുകൊണ്ട് പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലെങ്കിൽ കൂടി നമ്മുടെ സഹോദര സഹോദരിമാരായ BJPയുടെ പ്രതിനിധികൾ മത്സരിച്ചു തികച്ചും ജനാധിപത്യപരമായിട്ട്. ആ മത്സരത്തിൽ പങ്കെടുത്തവര് തെരഞ്ഞെടുപ്പാണ് പരാജയം ഉണ്ടാകാറുണ്ട്. ഈ പരാജയപ്പെട്ടെങ്കിലും ഇതിനോട് നിസ്സീമമായി സഹകരിച്ച അവരോടുള്ള നന്ദി ആദ്യമായി അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഞങ്ങളെ രണ്ടുപേരെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായ ശ്രീ ഗിരീശനും സാമും അടക്കമുള്ള എല്ലാമെല്ലാമായ 12 ജനപ്രതിനിധികളും ഞങ്ങളോടൊപ്പം 14 പേരുണ്ടായിരുന്നു. അവരുടെ നിസ്സീമമായ സഹകരണം കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരിൽ നിന്ന് ഈ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി സാറിന് സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഇവിടെ നിലകൊള്ളുന്നു. അത് പൂർത്തീകരിക്കാൻ ഈ 14 ജനപ്രതിനിധികളോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളും നമ്മുടെ മറ്റു മെമ്പർമാരും രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. രാഷ്ട്രീയം ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ വികസന കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ എല്ലാ മേഖലകളിലും മഹാത്മജിയുടെ സ്വപ്നമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടെത്തിക്കാൻ അതുകൊണ്ട് ആ കാര്യത്തിൽ എല്ലാവരുടെയും നിശ്ചയമായ സഹകരണം ഉണ്ടാകുമെന്ന് ഞങ്ങളെ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. ബഹുമാനിയായ ഗീതാ ഷിജു 2ാം തവണയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടെ വിജയം നേടിയിട്ടുണ്ട്. പഞ്ചായത്തിൽ 2ാം തവണയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യ തവണയും ഈ ബഹുമാനിയായ ഗീതാ ഷിജുവിനോടുള്ള നന്ദിയും കടപ്പാടും ഭരണസമിതിക്ക് വേണ്ടി അറിയിക്കുന്നു. ഈ ഭരണ സംവിധാനത്തിന് വേണ്ട ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇതിനെല്ലാം നേതൃത്വം കൊടുത്താൽ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറായി പ്രവർത്തിച്ച സാറ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ തുടക്കം മുതൽ നോമിനേഷൻ സ്വീകരിച്ച ദിവസം മുതൽ ഇനിയും അതേപോലെ സൂചിപ്പിച്ചതുപോലെ 5ാം തീയതിക്കും 7ാം തീയതിക്കും ഇടയ്ക്ക് നടക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുടെയും മെമ്പർമാരുടെയും സത്യപ്രതിജ്ഞ വരെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ സർക്കാരിന്റെ ഒരു പ്രതിനിധിയായി ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ സാർ അവരുകളാണ്. ഇന്ന് നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷ സംവിധാനമുള്ളതുകൊണ്ട് വലിയ ചടങ്ങില്ലെങ്കിൽ കൂടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒക്കെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും, ചിലപ്പോൾ സമം വരും.
ആ സമം വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവരെ നിലക്കെടുത്ത് വിജയിപ്പിക്കേണ്ട സാഹചര്യം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോഴൊക്കെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതാണ് റിട്ടേണിംഗ് ഓഫീസർക്ക്. ആ സന്ദർഭത്തിലൊക്കെ പലരും മർദ്ദനത്തിന് ഇരയാകും ചെയ്തിട്ടുണ്ട്. ഇറങ്ങി ഓടേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ബാലറ്റ് പേപ്പറിൽ തെറ്റിപ്പോയ ജനപ്രതിനിധികളെ ബാലറ്റ് പേപ്പർ എടുത്ത് ചമച്ച് നിന്നേറ്റ് എനിക്ക് കിട്ടിയില്ല എന്ന അവകാശവാദവുമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച സാഹചര്യമുണ്ട്. തികച്ചും അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഒരു വാക്കുതർക്കം പോലുമില്ലാതെ തമാശമാവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട സാഹചര്യമില്ലാതെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിന് അക്ഷയം പ്രയത്നിച്ച നമ്മുടെ ബഹുമാന റിട്ടേണിംഗ് ഓഫീസർ സാറിനോടുള്ള ഈ ഭരണസമിതിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ മുഴുവൻ മെമ്പർമാരുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ബഹുമാനായ പഞ്ചായത്ത് സെക്രട്ടറി, അദ്ദേഹത്തെ കാണുമ്പോൾ പുതുതായി കടന്നു വന്ന ജനപ്രതിനിധികളുടെ പഞ്ചായത്ത് സെക്രട്ടറി ആരാണെന്ന് അറിയാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹം ഒരു മിതവാദിയാണ്. ഒരു സെക്രട്ടറിയുടെ ഗൗരവത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു തോന്നൽ എല്ലാവർക്കും ജനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി. എങ്കിലും പഞ്ചായത്തിന്റെ സുസ്ഥിര ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ജനങ്ങളോടൊപ്പം നിന്ന് ഭരണസമിതിയോടൊപ്പം നിന്ന് അക്ഷീണം പ്രയത്നിച്ച വികസന കാര്യങ്ങളിൽ പഞ്ചായത്തിനെ ഒരുപടി മുമ്പിലേക്ക് കൊണ്ടുവരുന്നുള്ള പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ നമ്മുടെ ബഹുമാനായ സെക്രട്ടറി അവരുടെ ഈ അവസരത്തിൽ പ്രത്യേകം അനുമോദിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാഫുകളെ എല്ലാവരും തന്നെ നിലകൊള്ളുകയാണ്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ കൃത്യങ്ങളോടും നിർവഹിക്കുന്നവർ നമ്മുടെ ഇതിന്റെ സ്റ്റാഫുകളാണ്. അവരെല്ലാം അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. ഇന്നല്ല, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 2 മാസക്കാലമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റ് പഞ്ചായത്തിൽ ലഭിച്ച അന്ന് മുതൽ അവര് അക്ഷീണ പ്രയത്നിച്ചു. രാപകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും പ്രവർത്തിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് അവരെല്ലാം എത്തിയത്. അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഏറ്റവും ബഹുമാന്യരായ പഞ്ചായത്തിലെ സ്റ്റാഫുകളെ, മറ്റ് ഇതിന്റെ സംഘാടകരായി പ്രവർത്തിച്ച എല്ലാവരെയും, അതായത് പഞ്ചായത്ത് പള്ളിയുടെ ഡ്രൈവറുകളും അക്ഷീണം പ്രയത്നിച്ചാൽ മാത്രമേ ഈ സമയത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇതിനകത്തൊരു വീഴ്ച വരുത്തിയാൽ ഇവരുടെയൊക്കെ ജോലി പോകേണ്ട സാഹചര്യം വരും. കാരണം ഇതൊരു പ്രത്യേക വിങ്ങാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും വിജിലന്റ് ആയിരിക്കേണ്ട ജോലിയാണ്. അതിനായി കലക്ടർ വിളിച്ച് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചാൽ അവൻ ആ സമയത്ത് 132-ാം ബൂത്തിൽ കറണ്ടില്ല, അവിടെ ഈ ലൈൻ പോയി, ജനറേറ്റർ ഇല്ല, മെഴുകുതിരിയാണ് മേടിച്ചു കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ മെഴുകുതിരി തൊട്ട് മണ്ണെണ്ണ വിളക്ക് വരെ ആയിട്ട് ഓടേണ്ട സാഹചര്യം നമ്മുടെ ഉദ്യോഗസ്ഥനായ ബഹുമാനപ്പെട്ടവർ. അത്തരം സേവനങ്ങൾ ചെയ്യുന്ന ഇവരെ ഓരോരുത്തരെയും പ്രത്യേകമായി അനുഭവിച്ചു. ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ജനപ്രതിനിധികളോടൊപ്പം തന്നെ ബഹുമാനിയായ വൈസ് പ്രസിഡന്റിനെ സ്നേഹിക്കുന്നവരെ, നമ്മുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന നമ്മുടെ നേതാക്കളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് ചാർജ് വഹിക്കുന്ന ഷാജി അടക്കമുള്ള നേതാക്കളെല്ലാം ഉണ്ട്. പഴയ മെമ്പർമാരുണ്ട്. അതുപോലെ ഓരോ വ്യക്തികളുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അവരെല്ലാം ഈ പ്രസ്ഥാനത്തോടും ഇന്ന് നടന്ന ഈ തെരഞ്ഞെടുപ്പിനോടും കാണിച്ച അമിതമായ താല്പര്യത്തിനും കടപ്പാടിനും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ജനപ്രതിനിധികളെ ഓരോ വാക്ക് അനുമോദനം അറിയിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി എല്ലാ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും ഒക്കെയുള്ള പ്രശംസയ്ക്ക് നൽകിക്കൊണ്ട് സാന്നിധ്യം ഏറ്റുവാങ്ങിയ അംഗങ്ങളാണ് പ്രസിഡന്റാകാൻ സാധിച്ചത്. 14 ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായി മത്സരിക്കുവാനും വിജയിക്കാനും സാധ്യതയുള്ളവരാണ് നമ്മുടെ 19 അംഗങ്ങളും. ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ ഭരണസമിതിയോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നാട്ടിലെ എല്ലാ വികസന കാര്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുവാനും എല്ലാ ക്ഷേമകാര്യങ്ങൾക്കും ഒന്നിച്ച് കൈകോർത്തിരിക്കുവാനും വികസന കാര്യങ്ങളിലുള്ള പൊതുവികാരത്തോടൊപ്പം ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുവാനും ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഭരണസമിതി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് മാത്രമല്ല ജനപ്രതിനിധികളായിട്ടുള്ള നമ്മൾ മുഴുവൻ പ്രദേശത്തുള്ളവരുടെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിക്കുമ്പോൾ മാത്രമേ ഒരു നാടിന്റെ വികസനം പൂർത്തീകരിക്കാൻ സാധിക്കുന്നുള്ളൂ. ആ പൂർത്തീകരണത്തിന് വേണ്ടി ജനപ്രതിനിധികളായിട്ടുള്ളവരും പൊതുസമൂഹത്തിലെ വ്യക്തികളും എല്ലാവരുടെയും ദുർലഭമായ സഹകരണങ്ങൾ ഉണ്ടാകും. അതിന് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത്
പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭരണസമിതിയും ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്ത് ഇലക്ഷൻ നടത്തിയ റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, പഞ്ചായത്ത് ജീവനക്കാരും ഉള്ളവരോടുമെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഭരണസമിതിയുടെ ഭാരവാഹികളെ നമ്മളങ്ങേയറ്റം പ്രശംസിക്കുകയും അതോടൊപ്പം തന്നെ അവരെ എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണയും പ്രചോദനവും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ഇന്ന് ഒരു അപൂർവ നിമിഷമാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിന് ശേഷം യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു ഭരണസഭയിൽ വന്നു 14 പേരെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു. യൂണിയത്തിനെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനായ നേതാവ് ഉമ്മൻചാണ്ടി സാർ നമ്മളിൽ നിന്ന് പോയതിനു ശേഷം നടക്കുന്ന പഞ്ചായത്തിൽ നമുക്ക് വലിയൊരു വിജയം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഉപസ്ഥാനത്ത് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ വലിയ വിജയം നമുക്ക് ലഭിച്ചത്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തത്. കാരണം പുതിയ ഗ്രാമപഞ്ചായത്തിലെ ഇന്നത്തെ ശോചനാവസ്ഥ എല്ലാവർക്കും അറിയാം. ആ ശോചനാവസ്ഥയെല്ലാം പരിഹരിച്ച് നല്ല രീതിയിൽ നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ ഇടയാണ്. എങ്കിൽ നമ്മളെ വളരെ പ്രതീക്ഷയോടാണ് ജനങ്ങൾ കാണുന്നത്. അവരുടെ ആ പ്രതീക്ഷയ്ക്ക് ഒട്ടും വന്ന ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധു പറഞ്ഞതുപോലെ പഞ്ചായത്ത് ഭരണകക്ഷി ഭരണസമിതി മാത്രമേ പ്രതിപക്ഷമില്ല. എല്ലാവരുടെയും സഹകരണം മുമ്പോട്ട് ഉണ്ടായിരുന്നത് മാത്രം കൊണ്ട് ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എല്ലാവിധമായ അഭിവാദ്യം വർദ്ധിക്കണം. ഞാൻ എൻ്റെ വാർത്ത അവസാനിപ്പിക്കും. ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യമേ പ്രസിഡന്റ് ശ്രീ കാപ്പൂർ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാരെ നമ്മുടെ ഒരു പുതിയ ഭരണസമിതി ഒരു 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമുക്ക് കടന്നു വരാൻ സാധിച്ചു. ഏറെ പ്രതീക്ഷയോടെയാണ് ജനം നമ്മളെ കാണുന്നത്. വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഏവരുടെയും ചുമലിലുണ്ട്. അത് ഈ ഭരണസമിതിക്ക് ഒരുമിച്ച് രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത സമവാക്യങ്ങൾക്കൊക്കെ അതീതമായി നമുക്ക് നേരിടുവാൻ സാധിക്കട്ടെ. ഈ ഭരണസമിതിക്ക് 14ാം വാർഡിനെ ജനപ്രതി എന്ന നിലയിലുള്ള എല്ലാ അഭിവാദ്യങ്ങളും പിന്തുണയും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കും അറിയാം.
എല്ലാ 19 മെമ്പർമാരെ മെമ്പർമാരെ ഒത്തിരി ആൾക്കാരെ പ്രവർത്തകരെ എല്ലാവർക്കും ആദ്യമായിട്ട് നമസ്കാരം. തീർച്ചയായും ഞാനൊരു നിയോഗം പോലെ ഈ വാർഡ് 10 വാർഡ് ചെയ്തു വന്നാണ്. തീർച്ചയായിട്ടും ഒരുപാട് പരിമിതികളുള്ളത്. ഞങ്ങൾ 3 വരെ മെമ്പർമാരെ അറിയാം. എങ്കിലും ഈ 19 പേര് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ച് വളരെ ഈ 5 കൊല്ലത്തെ ആ പാഠം മാറ്റി നല്ലൊരു പുതുവർഷത്തിൽ നല്ലൊരു ഫലമുണ്ടാക്കി ഒന്നാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് സാവധാനപ്പെടുന്ന ആൾക്കാരും കർഷകർക്കും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു പങ്കുവയ്ക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ 14 മക്കളോ ഞങ്ങൾ 30 പേരും 2 രാത്രി വെട്ടിച്ച് പോയായിരുന്നു. അവരെ കൂടെ കൂടി എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടുകൂടി നല്ല രീതിയിൽ പുതുവർഷത്തിൽ മുന്നോട്ട് ചേർക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത്. അതുപോലെ തന്നെ എല്ലാ പുതുവർഷ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ അന്തർന്യായ പ്രസിഡന്റ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷിജു കൂടെ ഇരിക്കുന്ന എല്ലാ മെമ്പർമാരും നമ്മുടെ നാട്ടുകാരെത്തിയും നാട്ടുകാരും ഞങ്ങളെ ജയിപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഉറപ്പ് തരുന്നു. ഈ 19 പേര് ഒറ്റക്കെട്ടായിട്ട് നിന്ന് സൗഹൃദത്തിൻ്റെയും നല്ലൊരു ഭാഗം കാഴ്ചവെക്കുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളായ ഞങ്ങൾ 3 പേരും മത്സരരംഗത്തായിരുന്നു. പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നയിക്കുന്ന നമ്മുടെ ഷാജിയാണ് മണ്ഡലം ആർപ്പുകൊണ്ട് ഷാജി ഈ ഭരണസമിതിക്ക് ഒരുപാട് പ്രിയപ്പെട്ട നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഷാജാൻ, നമ്മുടെ വൈസ് പ്രസിഡന്റ് ഗീതാശി, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് മെമ്പർമാരെയും നമുക്കറിയാം. ഇവിടെ സാമു പറഞ്ഞ പോലെ തന്നെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വഴികളുടെ അവസ്ഥ, കുടിവെള്ളത്തിന്റെ അവസ്ഥ, ഇത്രയൊക്കെ നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. എത്ര കൂടിയാണ് ഞാൻ ഈ പഞ്ചായത്തിന്റെ മുകളിൽ കയറുന്നത്. പഞ്ചായത്തിന്റെ അവസ്ഥയും അതിനേക്കാൾ മോശമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എത്ര നാൾ വഴിയെ നടന്നിട്ടുള്ളൂ. അത് വരും കാലഘട്ടത്തിൽ നമ്മളെ 19 പേരും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ MLAയോടൊപ്പം ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഭരണസമിതിയോടൊപ്പം ഒന്നിച്ചു നിന്നുകൊണ്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ ഇതുപോലൊരു വിജയം നൽകിയ മുഴുവൻ ആൾക്കാരോടും കോൺഗ്രസിന്റെ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സാധാരണ ഇങ്ങനെ ഒരു ചടങ്ങിലെ മുൻ പഞ്ചായത്ത് മെമ്പർമാർക്കൊക്കെ വരാൻ മടിയാണ്. നമ്മുടെ ഉത്സവമാണി അടക്കമുള്ള സൂസൻ അടക്കം സുദ്ധിമാറ്റം അടക്കമുള്ള മെമ്പർമാരെ ഇതുമായി ബന്ധപ്പെട്ട് സജീവമായി രാവിലെ മുതൽ കൂടിയുണ്ട്. ഈ അവസരത്തില് നമ്മുടെ മുൻ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ വനിതകളുടെ സീനിയറായ മെമ്പർ ശ്രീമതി വത്സമ്മ മണിയെ ആശംസിക്കുന്നു. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഏറ്റവും ബഹുമാനായിട്ടുള്ള ആണോ ഏറ്റവും ബഹുമാനായിട്ടുള്ള സെക്രട്ടറി പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ എനിക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഉദ്യോഗസ്ഥത്തിന് ആശംസം നേടിയാണ്. ഞങ്ങൾക്ക് ഏറ്റവും ആശയം പറയാനുള്ളത് ഞങ്ങൾ 5 വർഷം ഞാൻ 15 വർഷം പഞ്ചായത്ത് മെമ്പറാണ്. 10 വർഷം കോൺഗ്രസിന്റെ ഭരണത്തോട് ഉപയോഗിക്കാൻ സാധിക്കും. 5 വർഷം പ്രതിപക്ഷത്ത് ഒന്നുമല്ലാത്ത രീതിയിൽ എനിക്കൊരു സമീപത്തിന്റെ ഉപയോഗവും കൂടെയുണ്ട്. ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നൊരവസ്ഥ 5 വർഷക്കാലം അത് മുന്നോട്ട് വരാതെ ആ മുഖച്ഛായ മാറ്റിയെടുത്തുകൊണ്ട് നമുക്കൊരു വീടിന്റെ ഒരു റോഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് ഒരു സാധാരണ ഒരു പൈപ്പ് ലൈൻ ഇല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി അനുവാദത്തോടല്ലാതെ പഞ്ചായത്ത് റോഡ് നിർമ്മിക്കാൻ നമുക്ക് അവകാശമില്ല. ആ സ്ഥാനത്താണ് ഈ ജൽജീവൻ പദ്ധതി പ്രകാരം
പുതുപ്പള്ളി പഞ്ചായത്തിന്റെ 12 വാർഡുകളിലും റോഡുകൾ പൊട്ടിച്ചിട്ട് തിരിച്ചത് റീകോൺക്രീറ്റ് ചെയ്യാൻ ഈ കഴിഞ്ഞ പദ്ധതിക്ക് സാധിച്ചു. അപ്പൊ ഏറ്റവും വലിയൊരു പരാജയമാണ് നടന്നത്. അതിന്റെ പ്രതിഫലമാണ് നമുക്ക് 14 കോൺഗ്രസ് മെമ്പർമാർക്ക് നല്ല പൂർണ്ണ അധികാരത്തോടെ പണം ഏറ്റെടുക്കാൻ സാധിച്ചു. അത് നമ്മളെ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തു. അത് തിരിച്ച് നമ്മുടെ ജനങ്ങൾ, നമ്മുടെ മെമ്പർമാര് തിരിച്ച് നമ്മൾ 19 വാർഡിലേക്ക് ഒരുക്കുന്ന റോഡുകൾ, ആ വീടുകളിലെല്ലാം പൈപ്പ് കണക്ഷൻ കൊടുത്ത് നമുക്ക് പുതുപ്പള്ളിക്ക് വേണ്ടി പുരോഗതി 2010-15 കാലഘട്ടത്തിൽ നമ്മൾ പുതുപ്പള്ളി സിവിൽ സ്റ്റേഷന് കല്ലെടുത്തു. 1 കോടി രൂപ ബഹുമാനായ നമ്മൾ മൺപറഞ്ഞു പോയി നമ്മളെ പുതുപ്പള്ളിക്ക് മുന്നിൽ സാർ നമുക്ക് തന്നു. ആ 1 കോടി രൂപ മുടക്കി ആ സിവിൽ സ്റ്റേഷൻ തന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അതിലൊരു ഇഷ്ടിക പോലെ ഒരു കല്ല് തിരിപ്പിച്ച കമ്പിയേൽ ഒരു പെയിന്റടിക്കാൻ പോലും കല്ല് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അത്രയും പരാജയം പിടിച്ചൊരു ഭരണസമിതിയായിരുന്നു. നമുക്ക് നമ്മുടെ ഭരണസമിതി, നമുക്ക് അധികാരത്തിലിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ ഒരു കഴിവുള്ള ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മുടെ പാർട്ടി പറയുന്ന ഒരു സ്റ്റാമ്പ് എടുത്ത് പഞ്ചായത്ത് ഭരണസമിതി ഒട്ടിക്കുന്ന ഒരു ഭരണസമിതിയല്ല നമുക്ക്. ആ ഒരു ഭരണസമിതിയിൽ ഇന്നോട് നടത്തിയ പരാജയം നമുക്ക് മുന്നോട്ട് നമ്മുടെ സിവിൽ സ്റ്റേഷന്, ബസ് സ്റ്റാൻഡ്, അതുപോലെ നമ്മുടെ റോഡുകളുടെ ശോചനീയാവസ്ഥ, കുടിവെള്ളം ഇല്ലാത്ത 53 വർഷം മുൻകാട്ടി പുതുപ്പള്ളിയിൽ MLA ആയിരുന്നു എന്ത് ചെയ്തു എന്ന് നമ്മളെ ഇലക്ഷൻ സമയത്ത് പരിഹസിച്ചവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ഒറ്റ ഉദ്ദേശം. അങ്ങനെ എല്ലാം പുതുപ്പള്ളിക്ക് വേണ്ടി എല്ലാ സമഗ്ര വികസനങ്ങളും താഴെക്കിടയിലുള്ള ജനങ്ങളെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു ഭരണസമിതിയായിരിക്കും. അത് 19 എല്ലാവരുടെ ഭാവങ്ങളും എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഇനി വരാനിരിക്കുന്ന നിയുക്ത പ്രസിഡന്റുമാർ എല്ലാം വിദ്യാശംസകൾ നേർന്നുകൊണ്ട് പുതുവർഷത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ദൈവം നിങ്ങൾക്ക് ഈ 5 വർഷക്കാലം ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും നമുക്ക് നിങ്ങളെ നയിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്കാരം. നമ്മുടെ 12 ആൾക്കാരും ആശംസ തരാണ്ട് ഇനി ബാക്കി നമ്മുടെ മുൻ മെമ്പറെ വാർഡ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട 12ാം വാർഡിന്റെ പ്രസിഡന്റ് ബഹുമാനായ ശശി സാറാണ്. ഒരുപാട് ആശംസകൾ. രണ്ടുപേരും നേരത്തെ പ്രസംഗാത്തിരുന്ന സമൂഹം നേരത്തെ പ്രസംഗാത്തിരുന്നപ്പോൾ ഞാൻ പത്രപ്രവർത്തകരാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആന്റി കറപ്റ്റഡ് കേസിൽ നിന്ന് ഒരു ബഹുമതി നേടിയിട്ടുള്ള ആളാണ്. പൊതുവെ എല്ലാത്തിനും സംസാരമുള്ള ആളാണ്. അവർ തന്നെ പരിചയസമ്പന്നമെന്ന് തന്നെ എനിക്ക് അന്ന് നേരത്തെ പ്രസിഡന്റായ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഞാൻ പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പത്രപ്രവർത്തനത്തിലാണ് കമ്പ്യൂട്ടറിലൊക്കെ ഇറക്കിയാണെങ്കിൽ ഞങ്ങൾ വളരെയധികം അടുത്ത വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം എന്നാൽ അറിയാം, പരിചയസമ്പന്നത ഏറെ കൈവന്നുള്ള ആളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മെമ്പറുടെ ഭരണസമിതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് പ്രവർത്തിച്ച് ജനങ്ങളുടെ എല്ലാം ഒരു വെറുപ്പം സമ്പാദിക്കാൻ ജനങ്ങളുടെ എല്ലാം സ്നേഹം ആർജിച്ചുകൊണ്ട് ഒരു വ്യക്തിയാണ്. എന്റെ സ്വന്തം ചേട്ടന്റെ മകളുടെ ഭാര്യയാണ് ഗീത. അപ്പോൾ നമുക്ക് ആ ഒരു രീതി കൊണ്ട് പറയുന്നതല്ല, അല്ലാണ്ട് അതിന്റെ ഞങ്ങളൊരു 100 വോട്ട് ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ല. ഗീതയ്ക്ക് 350 ഭൂരിപക്ഷം കിട്ടും. ജനങ്ങളെ 2 വോട്ടുകളും 2 പറഞ്ഞാൽ 5 കൊല്ലം കൂടി ആദ്യമാണ് ഞാൻ ഈ പഞ്ചായത്തിലെ ആളുകൾ ഞാനോട്ട് സ്ഥിരപ്പെട്ട് വന്നതെന്നാണ് അനുഭവം ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാ ആളുകളും ഈശ്വരനാമത്തിൽ അനുഗ്രഹം നൽകുന്നതുകൊണ്ട് എല്ലാ ആശംസയിലും ഞാൻ ചേർന്നു. ഒത്തിരി സന്തോഷത്തോടെ അതുകാരം അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ സഹോദരിയോട് ജയിച്ചാണ് ഇവിടുത്തെ ഞാൻ അന്ന് പറഞ്ഞു. എല്ലാവരും എന്നോട് ചോദിച്ചു പറഞ്ഞു എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു സാവപ്പുറത്തോളം ബസ് ഉണ്ടാവും, ബാക്കിയൊന്നും എനിക്ക് ബാക്കിയൊക്കെ ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭരണസൗകര്യങ്ങളും സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാ ബഹുമാനത്തോടും എല്ലാ ആശീർവദിക്കും.